ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 33-ന്റെ 1 മുതൽ 20 വരെ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവരുടെ മക്കളെയും പിന്നിലായും റാഹേലിനെയും യോസെഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുൻപായി കടന്നു 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു, അവൻ്റെ കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിനെ ദൈവമടിയാന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു, ലേയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫിനെയും റാഹേലിനെയും അടുത്തു വന്നേ നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിനെന്നേ അവൻ ചോദിച്ചതിന് യജമാന്യനോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്നവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദരാ, എനിക്ക് വേണ്ടതേ ഉണ്ട്, നിനക്കുള്ളതേ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമാനം എൻ്റെ കയ്യിൽ നിന്നേ വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുൻപായി നടക്കാമെന്ന് പറഞ്ഞു. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നായി ഇളയവർ എന്നും കുറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാൻ അടിയനു വേണ്ടി മുൻപായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സമാധാനത്തിൽ അവയെ നടത്തിക്കൊണ്ടേ സേയിരിൽ യജമാൻ്റെ അടുക്കൽ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിൻ്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന് എന്തിന്? യജമാനൻ്റെ കൃപയുണ്ടായാൽ മതിയെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഏശാവേ അന്ന് തൻ്റെ വഴിക്ക് സേയിരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സൂക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു, കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കിട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്നേ പേർ പറഞ്ഞു. യാക്കോബേ 16-ാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിൻ്റെ അപ്പനായ ഹാമോന്റെ പുത്രന്മാരോടെ 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവനൊരു യാഗപീഠം പണിതു. അതിനെ എലോഹേ ഇസ്രയേൽ എന്നേ പേരിട്ടു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാവുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കുള്ളതാകുന്നു.